Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെമ്മീൻ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റിയും ഹെൽത്തിയും ആണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനെ ചുരുട്ടി മടക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ചെമ്മീൻ ചുരുട്ടെന്നാണ് പറയുന്നുള്ളത്. ഇലയുടെയെന്ന ചെമ്മീനുടെയെന്ന എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ്സ് ആണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നുള്ളത്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ്, തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയാണ് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതാ ഒരു 250 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ചെറിയ ചെമ്മീനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ഒരു ടൊമാറ്റോൻ്റെ ഹാഫ് പോർഷൻ മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പുളി കൂടി ഇരിക്കട്ടെന്ന് വെച്ചിട്ടാണ്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പിന്നെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം അതും ഒന്ന് അതിൻ്റെ പച്ചമുളക് മാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു സ്മോൾ ടൊമാറ്റോൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ ഇത് പെപ്പർ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത് 1/2 ടീസ്പൂണ്. പിന്നെ കൊറിയാണ്ടർ പൗഡർ ഇല്ലേ മല്ലിപ്പൊടി, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 ടേബിൾ സ്പൂണും കുറച്ചുകൂടി ഒരു 1/4 ടീസ്പൂൺ കൂടി 1/4 ടേബിൾ സ്പൂൺ കൂടി പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചുരുട്ടുണ്ടാക്കുകയാണെങ്കിൽ എരിവ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ചെമ്മീൻ കുറച്ച് വലിയ ചെമ്മീൻ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് അത്യാവശ്യം ചെറിയ ചെമ്മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും അതിനെ കുറച്ച് വലുപ്പമുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അത് നല്ല ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ആകുമ്പോഴത്തേന് നമ്മളുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് കയ്യിലുണ്ടെന്ന് വെച്ചാൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്കുള്ള മല്ലിയില കൂടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മാവ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയില്ലേ ചെറിയുള്ളി, അത് ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങയാണ് കേട്ടോ അതിനെ അടിഭാഗം ഒന്നാകെ അടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം വലിയ ജീരകം അത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഒറോട്ടിപ്പൊടിയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അജ്മീൻ്റെ ഒറോട്ടിപ്പൊടി അടിച്ചിട്ടുണ്ട്. അത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ആ തേങ്ങയും ചെറിയുള്ളിയും ആ ജീരകവും കൂടിയിട്ടുള്ളതില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ കുഴച്ചെടുക്കുന്നുള്ളത്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതുപോലെ കുഴച്ചെടുത്താൽ മതി. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ലോണം ടൈറ്റായിട്ട് മുറുകിയിട്ടിരിക്കണമെന്നോ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിതാ ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഓരോ ബോൾസാക്കി അടിച്ചിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ബോൾസാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുള്ളത്. ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ മാവ് ഉണ്ടാവുന്നുള്ളത്. ഇത് 10
പത്തിരി പ്രസ്സില്ലേ, അച്ച് പത്തലിൻ്റെ അച്ച് ഞങ്ങളുടെ നാട്ടിലത്തെ ആ പത്തിരി പ്രസ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ പരത്തിയെടുക്കുന്നുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ കയ്യിൽ പത്തിരി പ്രസ് ഇല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ നമ്മൾ ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഇത് വാഴ ഇലയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ വാഴ ഇലയിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ പത്തിരിയിലെ കുഞ്ഞിപ്പത്തിരിയായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിനെ ചുരുട്ടിയെടുക്കുന്നുള്ളത്. അതാണ് ഈ ചെമ്മീൻ ചുരുട്ടെന്ന് പേര് പറയാൻ കാരണം. നമ്മൾ എത്രത്തോളം വലുപ്പത്തിലുണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പോലെ ആക്കിയിട്ട് നമ്മൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ ലെവലാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഓരോ സൈഡിൽ നിന്നാക്കിയിട്ട് ഇതുപോലെ മടക്കി എടുക്കാം, ചുരുട്ടിയിട്ട്. അങ്ങനെ ചുരുട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നുള്ളത് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ലീഫിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ചെമ്മീൻ്റെ ആ മസാലേൻ്റെയും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇനി കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൈവച്ചിട്ട് അതിനെ പൂട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ സ്റ്റീമർ ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നും അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു 10-15 മിനിറ്റ് നേരം വരെ വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയെടുത്താൽ മതി. ഇതാ ഇങ്ങനെ ആക്കിയിട്ടും ചുരുട്ടിയിട്ട് എടുക്കട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ മടങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് അതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളത്. അപ്പോഴത്തേനും നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പി കൂടിയാണിത്. മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചെമ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. ഒരുപാട് ഇല വെച്ചിട്ട് സ്വീറ്റ് റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതാ കണ്ടില്ലേ നമ്മളുടെ അട എങ്ങനെ ആയി വന്നിട്ടുണ്ടെന്ന്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.